നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിലേക്ക് ഇലോൺ മസ്കിന്റെ ടെസ്ല എത്തുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇന്ത്യയിലെത്തുന്ന ടെസ്ലയുടെ വില കുറഞ്ഞ മോഡലുകൾക്ക് പോലും സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് വിലയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഇന്ത്യയിലെ ഇറക്കുമതി തീരുവ 20% താഴെയായി കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇറക്കുമതി തീരുവ കുറഞ്ഞാലും ഇന്ത്യയിലെത്തുന്ന ടെസ്ലയുടെ ഏറ്റവും ബേസ് മോഡലിന് പോലും സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കുന്ന വിലയായിരിക്കില്ല. ഇന്ത്യയിലെത്തുന്ന ബേസ് മോഡലിന് 35 ലക്ഷം മുതൽ 40 ലക്ഷം രൂപ വരെയായിരിക്കും എക്സ്-ഷോറൂം വിലയെന്നാണ് CLSA റിപ്പോർട്ട് ചെയ്യുന്നത്. ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലായ ടെസ്ല 3ക്ക് ഏകദേശം $35,000, അതായത് ഏകദേശം 30.4 ലക്ഷം രൂപ വില വരുമെന്നാണ് CLSA റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ പുതിയ ഇറക്കുമതി തീരുവ 15 മുതൽ 20% വരെ ആകാനാണ് സാധ്യത. ഇതോടെ ഈ കാറിന് ഇന്ത്യയിലെ വില റോഡ് ടാക്സും ഇൻഷുറൻസും അടക്കം $40,000 ആയേക്കാമെന്നാണ് റിപ്പോർട്ട്. 25 ലക്ഷം രൂപയിൽ താഴെയുള്ള ബജറ്റ് മോഡൽ ഓൺ റോഡ് ടെസ്ല വിപണിയിൽ എത്തിച്ചാൽ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ കമ്പനിക്ക് ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഡൽഹി, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ടെസ്ല വിൽപ്പനയ്ക്കെത്തുക. കൂടാതെ ഇന്ത്യയിലെ ടെസ്ലയിലേക്ക് റിക്രൂട്ട്മെന്റ് പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുമുണ്ട്. അതേസമയം ഇന്ത്യൻ വിപണിയിൽ മഹീന്ദ്ര XEV90, ഹ്യൂണ്ടായി ഇ-ക്രീറ്റ, മാരുതി സുസുക്കി ഇ-വിറ്റാര തുടങ്ങിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിനോടകം തന്നെ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്.